അങ്ങനെ 2024 അവസാനിച്ചു. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോഴും നിങ്ങൾ ഇപ്പോഴും ട്രേഡിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 6 വർഷത്തെ എൻ്റെ ട്രേഡിംഗ് കരിയറിൽ പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും എക്സ്ട്രീം സിറ്റുവേഷൻസ് കണ്ട ഒരാളാണ് ഞാൻ. നെക്സ്റ്റ് ഇയർ അബ്സല്യൂട്ട് സീറോയിൽ നിന്ന് അല്ലെങ്കിൽ സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ ഒരു ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനുള്ള ക്രിസ്റ്റൽ ക്ലിയർ വ്യൂ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ചൂസ് യുവർ മാർക്കറ്റ്. നമുക്ക് കറൻ്റ്ലി 3 മാർക്കറ്റ് അവൈലബിൾ ആണ്: സ്റ്റോക്ക് മാർക്കറ്റ്, ക്രിപ്റ്റോ, ഫോറക്സ്. ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ക്രിപ്റ്റോയിലേക്ക് വന്നു, ക്രിപ്റ്റോയിൽ നിന്ന് നേരെ ഫോറക്സിലേക്ക് വന്നു. ഇപ്പോൾ കറൻ്റ്ലി ഫോറക്സ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് ഈസ് ദ ബെസ്റ്റ്. നമുക്ക് ഈ 3 മാർക്കറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിപ്റ്റോ എടുക്കാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ക്രിപ്റ്റോ ഒരു ഡേ ട്രേഡിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റേ അല്ല. പലരും ക്രിപ്റ്റോ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇൻ റിയാലിറ്റി ക്രിപ്റ്റോ ഹൈലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നതിന് പകരം ഡേ ട്രേഡിങ്ങിന് ക്രിപ്റ്റോ ചൂസ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ മെത്തേഡായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ത്യൻ സ്റ്റോക്സിൽ ഓഡ്സ് ആർ അഗെയിൻസ്റ്റ് യു. അതിപ്പോൾ ടാക്സ് ആണെങ്കിലും ലിവറേജ് ആണെങ്കിലും ഈവൻ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണെങ്കിലും ഒരു ബിഗിനർക്ക് പറ്റിയ ഒരു മാർക്കറ്റേ അല്ല കറണ്ട് സിറ്റുവേഷനിൽ ഇന്ത്യൻ സ്റ്റോക്സ്. എന്നാൽ ഫോറക്സിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോറക്സിലില്ല. എന്ന് വെച്ചാൽ ഫോറക്സിൽ എല്ലാം പോസിറ്റീവ് മാത്രമാണെന്നല്ല. ഫോറക്സ് ഒരു അൺറെഗുലേറ്റഡ് മാർക്കറ്റാണ്. സോ അതിന് അതിൻ്റേതായ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ആസ് എ ബിഗിനർ നമുക്ക് പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാനും ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് ഫോറക്സ് തന്നെയാണ്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങളൊരു കോഫി ഷോപ്പ് ഇടുക എന്ന് വിചാരിക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് 2 സ്ഥലം ചൂസ് ചെയ്യാം. ഒന്ന് ഒരു ഗ്രാമം, അതായത് ഒരു വില്ലേജ് ചൂസ് ചെയ്യാം. രണ്ടാമത് നമുക്കൊരു സിറ്റി ചൂസ് ചെയ്യാം. ഈ 2 ഏരിയ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടുന്നത്? ഓഫ് കോഴ്സ് സിറ്റിയിലായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിലും ഒരു മാർക്കറ്റ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 3 മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ക്രിപ്റ്റോ ഞാൻ ഓൾറെഡി മാറ്റി വെച്ചു. പിന്നെ നമുക്കുള്ളത് ഫോറക്സും സ്റ്റോക്കുമാണ്. ഈ കോഫി ഷോപ്പിൽ വരുന്ന അതേ കസ്റ്റമേഴ്സിനെ നമുക്ക് ഇവിടെ ട്രേഡേഴ്സ് ആയിട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഈ 2 മാർക്കറ്റ് കമ്പയർ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളൊരു മാർക്കറ്റ് ഫോറക്സ് തന്നെയാണ്. ലോകത്തെ നമ്പർ 1 വോളിയമുള്ള അല്ലെങ്കിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റ് ഫോറക്സ് ആണ്. സോ ഒരു മാർക്കറ്റ് ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായി നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ഫോറക്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ മാർക്കറ്റ് ചൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, ബേസിക് നോളജ്. ഏതൊരു മാർക്കറ്റ് ചൂസ് ചെയ്താലും അതിനെ പറ്റിയുള്ള ബേസിക് നോളജ്, അത് ഫണ്ടമെന്റലി ആയിക്കോട്ടെ ടെക്നിക്കലി ആയിക്കോട്ടെ, ബേസിക് നോളജ് ആദ്യം അക്വയർ ചെയ്യുക. കാരണം മിക്ക ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഡയറക്റ്റ്ലി യൂട്യൂബിലേക്ക് പോയി ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുപരി എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ ഒരു പ്രോപ്പർ നോളജ് ബിൽഡ് ചെയ്യുക. മൂന്നാമതായിട്ട് വരുന്നത് ട്രേഡിംഗ് എഡ്ജ് ആണ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ കോണ്ടന്റ്സ് വളരെ കുറവായിരുന്നു. അതായത് ട്രേഡിംഗ് റിലേറ്റഡ് കോണ്ടന്റ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂട്യൂബിലേക്ക് വന്ന് ഓർഡർ ബ്ലോക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100-ൽ പരം വീഡിയോസ് കാണാം. ആ വീഡിയോസിൻ്റെ എല്ലാം കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും അത് പറയുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡ്സ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ട്രേഡിങ്ങിൽ ഇപ്പോൾ ഉള്ളൊരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഒബീസിറ്റിയാണ്. അതായത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറേ കണ്ടന്റുകൾ നിങ്ങൾ കൺസ്യൂം ചെയ്ത് മൊത്തത്തിൽ ഒരു അവിയൽ പരുവമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ് പ്രോപ്പർ മെത്തേഡ്, ഏത് സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ ഉള്ളൊരു വഴി ട്രേഡിംഗ് കോഴ്സസ് ആണ്. അപ്പോൾ കോഴ്സസിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാം. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു ഫീൽഡാണ് ട്രേഡിംഗ് കോഴ്സസ്. ബട്ട് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളിവിടെ ഒരു റിയാലിറ്റി ചെക്ക് നടത്തേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, PSC, ബാങ്കിങ് അതുപോലുള്ള കോഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാം. നിങ്ങളൊരു 40-50 പേരുള്ള ഒരു ബാച്ചിൽ പോയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോഴ്സുകളൊക്കെ എക്സാം പാസ്സായി നിങ്ങൾക്ക് ഒരു ജോബിലേക്ക് കയറാം. ഡിപ്പെൻസ് ഓൺ യുവർ ഹാർഡ് വർക്ക്. പക്ഷേ ഇതേ കാര്യം ട്രേഡിങ്ങിൽ പ്രാക്ടിക്കൽ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് ഒരു പ്രാക്ടിക്കൽ നോളജ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു 40-50 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ചിൽ പോയിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമല്ല ട്രേഡിംഗ്. ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയി മാറാൻ പറ്റൂ. സോ നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കോഴ്സ് എടുക്കുന്നതിന് പകരം മാർക്കറ്റിൽ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടീസിൻ്റെ അടുത്ത് മാത്രം പഠിക്കുക. അതും 1-on-1 പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. ബിക്കോസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് റീസൺ. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായ ഒരാൾ പറഞ്ഞു തരാൻ ആസ് എ മെൻറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും മുന്നേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. സോ ആസ് എ ബിഗിനർ ഞാൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് യൂട്യൂബിലോ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സോ എടുക്കാതെ മാർക്കറ്റിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളെ അപ്രോച്ച് ചെയ്ത് അവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാർട്ട് സ്മോൾ. എപ്പോഴും ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഫോറക്സിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വളരെ കുറവാണ്. വളരെ മിനിമം ക്യാപിറ്റൽ വെച്ച് വലിയ ഫണ്ട് അക്കൗണ്ട്സിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും
ഫോറക്സിലുണ്ട്. ഇനി നിങ്ങൾ സ്റ്റോക്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും വളരെ മിനിമം ക്യാപിറ്റൽ തന്നെ മാക്സിമം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രേഡ് പ്ലാൻ ആൻഡ് ജേണൽ. മിക്ക ബിഗിനേഴ്സും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ കാര്യത്തിലാണ്. എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു പിടുത്തവും കാണത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ട്രേഡ് പ്ലാൻ ആണ്. എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, ഇതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ട്രേഡ് പ്ലാൻ ബിൽഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണ്ടത് ജേണലാണ്. അക്കൗണ്ടബിലിറ്റി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് സംഭവിച്ചത്, ഏതൊക്കെ ട്രേഡ്സിലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട്സ് മേക്ക് ചെയ്യാൻ പറ്റിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ആഫ്റ്റർ ഓൾ ട്രേഡിംഗ് ഈസ് എ ബിസിനസ്. പ്രോപ്പറായി മറ്റേതൊരു ബിസിനസ്സിനെ റൺ ചെയ്യുന്ന പോലെ തന്നെ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു വർഷം സക്സസ്ഫുൾ ആവാം. സോ ഇത്രയും നാൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു, ഇനിയും അതിന് തയ്യാറല്ല എന്നുള്ളവർ പ്രോപ്പറായി ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്തെടുക്കുക. മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രീ ടെലഗ്രാം കമ്മ്യൂണിറ്റി, നമ്മൾ ഡെയിലി ട്രേഡ്സ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും പ്രോപ്പർ അപ്ഡേറ്റ്സ് ഡെലിവർ ചെയ്യാറുണ്ട്. ഇതുപോലുള്ള കമ്മ്യൂണിറ്റീസും ഹാൻഡിൽസും ഒക്കെ ഫോളോ ചെയ്ത് വെക്കുക. ഇടയ്ക്ക് ഞാനെന്ന് പറഞ്ഞ പോലെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പഠിച്ച് ഓവറായിട്ട് അനാലിസിസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 2025 നമുക്കൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് ഇറങ്ങാം. ലെറ്റ്സ് ഗ്രോ ടുഗദർ.